ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പി എസ് സി പരീക്ഷയിലെ ഡിലീഷൻ ചോദ്യങ്ങൾ എങ്ങനെ നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഇങ്ങനെ മനസ്സിലാക്കിയാലുള്ള ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാം ഹാളിൽ വെച്ച് തന്നെ നമുക്ക് ഇത്രയും ഡിലീഷൻസ് മിക്കവാറും വരാനുള്ള ഏകദേശം എന്നാണ് പറയുന്നത്. ഏകദേശം ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഡിലീഷൻ പോകും. അതേപോലെ ചിലപ്പോൾ ഇതിന് ആൻസർ ചേഞ്ച് ഉണ്ടാകാം എന്നുള്ളത് മനസ്സിലാക്കിയ കുറച്ചുകൂടി ചോദ്യങ്ങൾ നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. കാരണം ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ എക്സാമിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കഴിഞ്ഞ വർഷത്തെ ഏകദേശം ഒരു കട്ട് ഓഫ് എത്രയാണെന്നുള്ളതും അതേപോലെ തന്നെ ഈ ഒരു എക്സാമിന് ഏകദേശം എത്ര മാർക്കെങ്കിലും നമുക്ക് വാങ്ങണമെന്നുള്ള ഒരു ചെറിയൊരു ധാരണയെങ്കിലും ഉള്ള ഉദ്യോഗാർത്ഥിയായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിലീഷനും അതേപോലെ തന്നെ ആൻസർ ചേഞ്ച് കൂടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി ചോദ്യങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആദ്യത്തെ നല്ലൊരു റാങ്കിലേക്ക് വരാനും പറ്റുന്നതായിരിക്കും. ഇനി ഇങ്ങനെ ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രൊവിഷണൽ ആൻസർ കീ വന്നതിന് ശേഷം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന പല ചോദ്യങ്ങളും ആൻസർ ചേഞ്ചും ഡിലീഷനും വന്നു കഴിയുമ്പോൾ അതൊക്കെ നിങ്ങൾ നിലവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളുടെ മാർക്കായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അവസാനം ഫൈനൽ ആൻസർ കീ വന്നു കഴിയുമ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ തെറ്റാണ് എന്നറിയുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന വളരെ വലിയൊരു നിരാശയും ഇതിൽ നിന്നും ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് LGS പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്കറിയാം, ഈ പറയുന്ന 2024 LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ LGSന്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ PSC ഒരു ചോദ്യ പേപ്പറുകളും 100ൽ 100 മാർക്ക് ചോദ്യവും ഉത്തരവുമായിട്ട് തന്നിട്ടില്ല. എല്ലാ ചോദ്യ പേപ്പറുകളിലും 90, 92, 95, 96 അങ്ങനെയൊക്കെയാണ് ആകെ ചോദ്യങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ ഉത്തരങ്ങൾ എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ആൻസർ ചേഞ്ച് ആയിട്ടും അതേപോലെ തന്നെ ഡിലീഷനൊക്കെ ആയിട്ട് പോയിട്ടുമുണ്ട്. അപ്പോൾ അത് എന്തായാലും ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിഷമമുള്ള കാര്യമാണ്. കാരണം ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയൊരു ലൈഫിലെ തന്നെ ടേണിംഗ് പോയിന്റ് ആണ്. കാരണം ഒരു ജോലി അതേപോലെ തന്നെ അവരുടെ ജീവിതം അങ്ങനെയെല്ലാം സംഭവിക്കുന്ന ഒരു ജോലിയിലൂടെയാണ്. അപ്പോൾ ഒരു സർക്കാർ ജോലി എന്ന സ്വപ്നവുമായി വരുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന 11, 10, 8, 7 ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കുമ്പോൾ അവർക്ക് പിന്നീട് ഈ ഒരു പരീക്ഷയിലേക്ക് പോകണമോ എന്ന് തന്നെ ചിന്തിക്കേണ്ട ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ PSCയെ സംബന്ധിച്ച് പറയാനുള്ളത്, നിങ്ങൾ 100 ചോദ്യങ്ങൾ ഒരു എക്സാമിന് വേണ്ടിയിട്ട് ഇടുമ്പോൾ, അതും ഇത്രയും വലിയ എക്സാമുകളൊക്കെ LDC, LGS എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന എക്സാമുകളാണ്. അപ്പോൾ അതിൻ്റെയെങ്കിലും 100 ചോദ്യങ്ങളും 100 ഉത്തരങ്ങളും കറക്റ്റായിട്ട് തന്നെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇതൊരു റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 11 ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത്. അതായത് നിലവിൽ ഈ ഒരു എക്സാം നടത്തിയത് 89 മാർക്കിലാണ്. അതായത് 100 മാർക്കിലല്ല നിലവിൽ എക്സാം നടത്തിയത്, 89 മാർക്കിൽ. ഇനി ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിന് വേണ്ടിയിട്ട് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് മിക്കവാറും 70-75 മാർക്കായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, അപ്പോൾ ഈ ഒരു വലിയൊരു പ്രശ്നം ഒഴിവാക്കാൻ എങ്ങനെ നമുക്ക് ശ്രമിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, 7, 10, 11, 20, 43, 45, 55, 74, 78, 83, 91 ഇത്രയും ചോദ്യങ്ങളാണ് ഈ പറയുന്ന നിലവിലെ എക്സാമുകളിൽ എന്ത് ചെയ്തത്, നിലവിൽ ഡിലീഷൻ പോയത്. 2 ചോദ്യങ്ങൾ 53, 56 ആൻസർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ തിരുത്തിയ ചോദ്യങ്ങൾ, അതായത് ഈ പറയുന്ന ഡിലീഷന് പോകുന്ന ചോദ്യങ്ങൾ ഏതാണെന്നുള്ളത് ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ചോദ്യം നമ്മുടെ കയ്യിൽ നിന്ന് ആൻസർ പോയി, അപ്പോൾ ഏകദേശം ഒരു കട്ട് ഓഫിലേക്ക് എത്താനായിട്ട് എനിക്ക് ഇത്രയും മാർക്ക് വേണം, അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾ കൂടി നമുക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറയുന്ന ആദ്യത്തെ ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇനി അതിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് PSC എന്ന് പറയുന്ന ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട്, PSC ജോലി, അതായത് പബ്ലിക് സർവീസ് കമ്മീഷൻ, സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടുകൂടി തയ്യാറെടുക്കുന്ന, ഏകദേശം ഒരു 6 മാസമൊക്കെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നതും അതേപോലെ തന്നെ ഈ പറയുന്ന 1-2 വർഷമൊക്കെ ആയിട്ട് ഈ ഒരു എക്സാം തന്നെ ഫോക്കസ് ചെയ്തിരുന്ന് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്താണ് ഈ ഒരു ഏതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് ഡിലീഷൻ അല്ലെങ്കിൽ ഏതാണ് ഇതിൻ്റെ അകത്ത് ആൻസർ ചേഞ്ച് വരാൻ പറ്റുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒന്നും അറിയില്ലാതെ നിലവിൽ ഈ പറയുന്ന ആദ്യമായിട്ട് ഒരു എക്സാം എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം
ഇങ്ങനെ ഒരു കാര്യത്തിനൊന്നും ഒരിക്കലും പറ്റത്തില്ല എന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞോളട്ടെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇനി അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. അതായത് ആത്മാർത്ഥമായിട്ട് ഒരു 6 മാസമായിട്ടെങ്കിലും ഈ പറയുന്ന ഓരോ LDC ആണെങ്കിലും LGSനായിട്ടും ശ്രമിച്ച ഒരു ഉദ്യോഗാർത്ഥി ഇനി വരുന്ന ഓരോ എക്സാമുകൾക്കും അത് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരാൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഈ പറയുന്ന ഈ ചോദ്യം ഉറപ്പായിട്ടും ഡിലീഷൻ പോകും, അല്ലെങ്കിൽ ഈ ചോദ്യം ഉറപ്പായിട്ടും ക്യാൻസലേഷൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ആ ചോദ്യം സ്കിപ്പ് ചെയ്ത് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാനും അതേപോലെ തന്നെ എന്താണ് നിലവിൽ ഈ പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് എത്തി നിൽക്കുന്ന മാർക്ക് ബബിൾ ചെയ്യാനായിട്ട് പറ്റുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു, 7ാമത്തെ ചോദ്യമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നിങ്ങൾ ഈ കാണുന്നത്. 165/2024 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് A ആണ്. ചിലപ്പോൾ പല ഉദ്യോഗാർത്ഥികളും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിലവിൽ ചെയ്തേക്കുന്ന ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം 7ാമത്തെ ചോദ്യം ഏതാന്നുള്ളത്. 7ാമത്തെ ചോദ്യം ഇതാണ്, 1821 രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന കുറിച്യർ കലാപത്തിന്റെ കാരണം എന്താണ്? നമുക്കറിയാം PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരള ഹിസ്റ്ററി, അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന കേരളത്തിലെ കലാപങ്ങളും മുന്നേറ്റങ്ങളും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന കുറേ ഇയറുകൾ നമ്മളെപ്പോഴും ഉദ്യോഗാർത്ഥികളുടെ അടുത്ത് പഠിക്കാൻ പറയാറുണ്ട്. ഇന്ന ഇയറുകൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ വേണം എക്സാമിന് പോകാനായിട്ട്. കാരണം ബേസ് ചോദ്യങ്ങൾ ഇതിൽ നിന്നും വരാനുള്ള ചാൻസ് ഒത്തിരി കൂടുതലാണ്. അങ്ങനെ നമ്മൾ പറയുന്നതാണ് ഈ പറയുന്ന അഞ്ചുതെങ്ങ് കോട്ട സ്ഥാപിച്ച വർഷം, അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം, ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം, കുളച്ചൽ യുദ്ധം നടന്ന വർഷം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന എന്താണ് നമ്മുടെ കുറിച്യർ കലാപം നടന്ന വർഷം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം, പുന്നപ്ര വയലാർ സമരം, കയ്യൂർ സമരം, അങ്ങനെ കുറേ വർഷങ്ങൾ നമ്മൾ പറയാറുണ്ട്. ആ വർഷങ്ങൾ പഠിച്ചിട്ട് വേണം നിങ്ങൾ പോകാൻ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരു വർഷമാണ് 1812 കുറിച്യർ കലാപം. ഓക്കെ, അപ്പോൾ കുറിച്യർ കലാപം നടന്ന വർഷം 1812 ഓപ്ഷനിൽ നോക്കിയേ 1821. ബാക്കി എല്ലാ പ്രസ്താവനകളും ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് നമുക്കറിയാം. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ എന്താണ്, നമ്മുടെ ചോദ്യം തെറ്റാണ്. നോക്കിയേ, 1821 കുറിച്യർ കലാപം എന്നാണ് ചോദ്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം തെറ്റാണ്. ഓക്കെ, അപ്പോൾ തെറ്റായ ചോദ്യമാണ്. അപ്പോൾ ഇതെന്താണ്, നിലവിലെ ഡിലീഷൻ പോകും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, നമ്മൾ ആൻസർ കൂട്ടുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യരുത്, ഈ പറയുന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ആൻസർ ആയിട്ട് വരരുത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താണ്, ഫൈനൽ ആൻസർ കീ വരുമ്പോൾ ഇത് ഡിലീഷൻ പോകും, നമ്മുടെ ഒരു മാർക്ക് അവിടെ നഷ്ടപ്പെടുന്നതായിരിക്കും. നമ്മൾ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഇത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുക, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറയുന്ന ഓരോ ബബിള് ചെയ്ത് കഴിയുമ്പോഴും നമ്മൾ എന്താണ് ഓരോ ചോദ്യങ്ങൾ, തെറ്റായ ചോദ്യങ്ങൾ മാറ്റി കഴിയുമ്പോൾ അതിനനുസരിച്ച് വേറെ ചോദ്യങ്ങൾ കൂടി ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം തെറ്റിപ്പോയി എന്നുള്ളത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, ഇപ്പോൾ നമ്മൾ എന്താണ് ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട്, കഴിഞ്ഞ എക്സാമിന് എത്ര മാർക്ക് കിട്ടി, 65 അല്ലെങ്കിൽ എന്താണ് 65 മാർക്കിന് മുകളിലേക്ക് 70 മാർക്ക് മുകളിലേക്ക് എത്ര വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ചില ഉദ്യോഗാർത്ഥികൾ പറയാറുണ്ട്, സാറേ ഞാൻ ഒരു 65 ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഈ ഒപ്പിക്കൽ എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതേപോലുള്ള ചോദ്യങ്ങളാണ്. അതായത് അവർക്കറിയാം ശരിക്കും എന്ത് ഈ ഒരു ചോദ്യം മിക്കവാറും ഡിലീഷൻ പോകുന്നുള്ളത്. എന്നാലും അവരെന്ത് ചെയ്യും, നമുക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒരു മാർക്കൊക്കെ കയറ്റിയിടും. കാരണം എന്താണ്, ബാക്കിയെല്ലാം ശരിയാണ്, ഈ ഒരു 1 അപ്പുറത്തേക്ക് ഇട്ടു, ഈ 1 ഇപ്പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ കാര്യം തീരാവുന്ന പ്രശ്നമുള്ളൂ. നമുക്ക് ചോദ്യം എന്താണെന്നുള്ളതും അതിൻ്റെ ഉത്തരം എന്താണെന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ശരിയാവാനാണ് ചാൻസ് കൂടുതൽ എന്നുള്ള പ്രതീക്ഷ കൊണ്ട് മാത്രം എന്ത് ചെയ്യും, ഈ സംഭവം ചെയ്യുന്ന കുറേ ഉദ്യോഗാർത്ഥികൾ. അതാരും തെറ്റല്ല, നമ്മളെന്താണ് അത്രയും കഷ്ടപ്പെട്ടാണ് ഓരോ എക്സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫിലേക്ക് എങ്ങനെയെങ്കിലും അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ അതെന്തായിരിക്കും, അത് ഡിലീഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എന്ത് ചെയ്താൽ സ്കിപ്പ് ചെയ്ത് കളഞ്ഞോ, അല്ലെങ്കിൽ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും നിങ്ങൾ ആൻസർ കൂട്ടുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു ചോദ്യത്തിൻ്റെ ഒരു മാർക്ക് കൂട്ടരുത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് 43ാമത്തെ ചോദ്യമാണ്. 43ാമത്തെ ചോദ്യം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം കേരള ജോഗ്രഫിയിൽ വരുന്നൊരു ടോപ്പിക്കാണ് കേട്ടോ. അതായത് നമുക്കറിയാം പെരിയാർ, അതായത് കേരളത്തിലെ നദികൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നൊരു ടോപ്പിക്കാണ് എന്ത്, പെരിയാർ എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം പറയുന്നതാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് പെരിയാറിൻ്റെ നീളം എത്രയാണ് എന്നുള്ളതാണ്. എത്രയാണ്, 244 കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ
നീളം എന്ന് പറയുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ്. നമ്മൾ ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ നോക്കിയേ 225, 325, 235, 335. ഇതിൻ്റെ അകത്ത് 244 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഒരു ചോദ്യം ഷുവർ ആണ്, ഡിലീഷൻ പോകും, ഉറപ്പായിട്ടും പോകും. പിന്നെ നമുക്ക് നോക്കാം എന്താണ് 235 ഉണ്ട്. ഒരു 9 കിലോമീറ്റർ കൂടി കയറ്റിയിട്ട് 244 ആക്കി എന്ത് ചെയ്യും ചിലർ ഇതിൻ്റെ അകത്ത് ഒരു മാർക്ക് അങ്ങ് ഇടും. ഓക്കെ, അതായത് എന്താണ് ഈ ഒപ്പിക്കലെന്ന് നമ്മൾ പറഞ്ഞില്ല, 65 മാർക്ക് സാറേ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയണേ. അപ്പൊ അങ്ങനെയുള്ളവരാണ് ഈ ഒരു മാർക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യും 244 എത്താൻ വേണ്ടി 9 കിലോമീറ്റർ കൂടി പോയാൽ മതിയല്ലോ. അപ്പൊ എന്താണ് വലിയ കുഴപ്പമില്ല, ഇത് ശരിയായിരിക്കാനാണ് ചാൻസ് കൂടുതലുകൊണ്ട് ഈ ഒരു മാർക്ക് ഇടും. അതും എന്താണ് തെറ്റാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതും ഡിലീഷൻ, പക്കാ ഡിലീഷൻ ആണ്, ഈ ഒരു ചോദ്യം പോകുന്നതായിരിക്കും. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു, മാറ്റി. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. 45-ാമത്തെ ചോദ്യമാണ്. 45-ാമത്തെ ചോദ്യം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ്. നോക്കിയ ഓപ്ഷൻ, ജീവിത ഗുണനിലവാരത്തിൽ ഉണ്ടാകുന്ന ഉയർച്ച ശരിയാണ്. ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. സാമ്പത്തികവും സാമൂഹികവുമായ ഘടകങ്ങൾക്ക് ഊന്നൽ. അപ്പോൾ ഈ പ്രസ്താവനകൾ 4 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ ശരിയാണ്. ഓക്കെ, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വ്യക്തത, അതൊരു ക്ലാരിറ്റി ഒന്നിനും കറക്റ്റായിട്ട് പറയുന്നില്ല. ഗുണപരമായ മാറ്റം സൂചിപ്പിക്കുന്നു. എന്തിൻ്റെ ഗുണപരമായ മാറ്റം? ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ്. ഓക്കെ, സാമ്പത്തികവും സാമൂഹികവും. അപ്പോഴും എന്താണ് ഏകദേശം ഒപ്പിക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടൊരു ആൻസർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്താണ് നമുക്ക് ഒരു ക്ലാരിറ്റി ഇല്ല. അപ്പോഴും നമ്മൾ നോക്കുക, ഈ പറയുന്ന എന്താണ് ഈ പറയുന്ന 3 എന്താണ് നിലവിൽ 1, 2, 3, 4 4 ഒരുമിച്ചുള്ള ഒരു ആൻസർ നിലവിൽ ഇതിൻ്റെ അകത്തില്ല. എല്ലാം ശരിയാണ് എന്നുള്ളത്. അനി 1, 2, 3, 4 ശരിയാണെന്നുള്ളതില്ല. എന്താണ് ബാക്കി എല്ലാത്തിലും 1, 2, 3 അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതും എന്താണ് നിലവിൽ ചേഞ്ച് ചെയ്യാനുള്ള ചാൻസ് ആണ് കൂടുതൽ, അല്ലെങ്കിൽ എന്താണ് ഇത് ഡിലീഷൻ ആവാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനുകൾ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ആൻസറുകൾ മിക്കപ്പോഴും വരുന്നത് ഈ പറയുന്ന കിലോമീറ്ററുകൾ, അതേപോലെ തന്നെ എന്താണ് ചില ഇയറുകൾ, അതൊക്കെയാണ് PSCക്ക് മിക്കപ്പോഴും എന്ത് ചെയ്യുന്നത് ചേഞ്ച്, അല്ലെങ്കിൽ എന്താണ് ഒരു ഡിലീഷനിലേക്ക് പോകാനുള്ള ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അതേപോലെ തന്നെ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ എന്ത് ചെയ്യുക, അതങ്ങ് ഡിലീഷൻ വരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അപ്പോൾ അത് അനുസരിച്ച് വേണം പിന്നീട് നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മൾ ഓരോ എന്താണ് ക്വസ്റ്റ്യനുകളും അറ്റൻഡ് ചെയ്ത് അതിൻ്റെ നമ്മൾ ഈ പറയുന്ന ഏകദേശം ഒരു കട്ട് ഓഫിലേക്ക് എത്താവുന്ന മാർക്കിലേക്ക് നമ്മൾ ചെല്ലാനായിട്ട്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ചോദ്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. കാരണം ഓരോ ചോദ്യങ്ങളും ഉണ്ട്. 11 ചോദ്യങ്ങൾ ഞാൻ എടുത്ത് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് എന്താണ് ഒരു മണിക്കൂറിന് മുകളിലേക്കുള്ള സമയം അതിൽ പോകും. അപ്പോൾ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഞാൻ ഒന്നുകൂടി പറയാണ്, അതായത് PSCക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമാണ് അങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, ഈ പറയുന്ന പോലെ ഒപ്പിച്ച് നമ്മൾ ഈ പറയുന്ന കട്ട് ഓഫിലേക്ക് ഒപ്പിക്കാവുന്ന ഒരു മാർക്കിലേക്ക് എത്തുക എന്നുള്ളത് അതത്ര നല്ല പരിപാടിയല്ല. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊരു ആൻസർ അല്ലെങ്കിൽ കറക്റ്റായിട്ടൊരു ഉത്തരം ഉണ്ടെങ്കിൽ അത് മാത്രമാണ് നിലവിൽ ശരിയായിട്ട് വരുന്നത്. ബാക്കിയൊന്നും ശരിയല്ല എന്നുള്ളത് തന്നെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നിലവിൽ പറയാനുള്ളൂ. അപ്പൊ നിങ്ങൾക്കിത് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾ ഓരോ എക്സാമുകൾ എഴുതുമ്പോൾ അതിന് ഏകദേശം നമുക്ക് അറിയാനായിട്ട് പറ്റും. ഞാനിത് അതായത് എന്താണ് ഏകദേശം നമുക്ക് അതായത് കുറച്ച് നന്നായിട്ട് പഠിച്ച് അതിനെക്കുറിച്ച് അറിയാവുന്ന ആളുകൾക്കാണ് ഇങ്ങനെ നമുക്ക് സോർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്ന് എക്സാം എഴുതുന്ന ഒരു ഉദ്യോഗാർത്ഥി, ഒരു ബിഗിനർ ആണെങ്കിൽ അവർക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ എന്താണ് കുറച്ച് നാളുകൾ ഇതിൽ പഠിച്ച് ആ ഒരു ട്രാക്കിലേക്ക് എത്തുന്നവർക്ക് ഉറപ്പായിട്ടും അത് എന്ത് ചെയ്യാൻ പറ്റും, സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കറക്റ്റായിട്ട് ഒരു ആൻസർ ഇല്ലെങ്കിൽ ആ ഉത്തരം എന്തായിരിക്കും, ഒന്നുകിൽ അത് ഡിലീഷൻ ആയിരിക്കും, അല്ലെങ്കിൽ അത് ആൻസർ ചേഞ്ച് ആയിരിക്കും എന്നുള്ളത് തന്നെ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ഏറ്റവും പുതിയൊരു ബാച്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് PDF നോട്ട് ഉണ്ട്, ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻ ബോൾ ഉണ്ട്, ഫ്രീ ആയിട്ട് റിവിഷൻ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ പക്കാ സിലബസ് ബേസ്ഡ് ആയിട്ടാണ് ഓരോ ക്ലാസ്സുകളും വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. താഴെ ടെലഗ്രാമിൻ്റെ ലിങ്ക് തന്നേക്കാം, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ക്ലാസ്സിൻ്റെ PDF നോട്ട്, ലിങ്ക് എല്ലാം നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 ക്ലിക്ക് PSC എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലാണ്
ഒന്ന് പോയി ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളൂ. എല്ലാവർക്കും വീണ്ടും എന്താണ് എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. മനസ്സിലായി എന്ന് കരുതുന്ന എല്ലാവർക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.